യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കുട്ടത്തിൽ അതുപോലെ തന്നെ KSU പ്രവർത്തകരൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ആറാടുകയാണ്. അവർ ആറാടുന്നത് അവരുടെ സീനിയർ നേതാവായിട്ടുള്ള PJ കുര്യനെതിരെയാണ്. PJ കുര്യൻ പള്ളി വഴിയാണ് വന്നത്. PJ കുര്യൻ പിന്നെ ജോലി ചെയ്തിട്ടില്ല. അയാൾ AC കാറിൽ സഞ്ചരിച്ചു. അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു രാജ്യസഭയുടെ. അദ്ദേഹം മന്ത്രിയായിരുന്നു. കോൺഗ്രസിൻ്റെ ജീവിച്ചിരിക്കുന്ന വളരെ സീനിയർ നേതാക്കളിൽ ഒരാളാണ്. അങ്ങനെ ഒരു സീനിയർ നേതാക്കളിൽ ഒരാൾ ഒരു അഭിപ്രായം ഒരു മീറ്റിങ്ങിൽ പറയുകയാണ്, ഒരു രാഷ്ട്രീയ യോഗത്തിൽ പറയുകയാണ്. ഞാൻ പഴയ രാഷ്ട്രീയ പ്രവർത്തകനാണ്, അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ യോഗങ്ങൾ നടക്കുമ്പോൾ നഖശികാന്തം സീനിയേഴ്സ് ഒന്ന് എതിർക്കും. നമ്മൾ എത്ര പണി ചെയ്താലും, നമ്മൾ 1000 പ്രവർത്തനം നടത്തിയാലും 24 മണിക്കൂർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാലും സീനിയർ ആയിട്ടുള്ള ആളുകൾ വന്ന് വിമർശിക്കും. നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല, അവിടെ പോയി എന്തെങ്കിലും കാര്യം വിമർശിക്കുന്ന എന്തിനാണ്? അത് സംഘടന കൂടുതൽ ബലപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ PJ കുര്യൻ ഒരു യോഗത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ്സുകാർ ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വന്ന് ഇരുന്നാൽ പോരെ, അവർ ഫീൽഡിൽ കൂടി പോകണം. കാരണം യോഗത്തിന് ആൾ കുറഞ്ഞത് കൊണ്ടാണ് അത് പറഞ്ഞത്. ആ സാഹചര്യത്തിലാണ് അത് പറഞ്ഞത്. ആൾ കൂടിയിരുന്നെങ്കിൽ മറ്റൊരു പ്രസംഗമാകുമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞതിനെ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കുട്ടത്തിലും സംഘവും അങ്ങിറങ്ങുകയാണ് അദ്ദേഹത്തിനെ എതിർക്കാൻ. അദ്ദേഹത്തിന് വിവരമില്ല, അദ്ദേഹം ഫീൽഡിൽ പോയിട്ടില്ല, അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വിമർശിക്കുകയാണ്. തിരിച്ചല്ലേ രാഹുൽ മാങ്കുട്ടത്തിൽ ചെയ്യേണ്ടത്? ഞങ്ങളുടെ സീനിയർ നേതാവാണ്, അത് ഓണപ്പിയല്ലേ ചെയ്യേണ്ടത്. ഞങ്ങളുടെ സീനിയർ നേതാവാണ് PJ കുര്യൻ സാർ. അദ്ദേഹത്തിന് ഞങ്ങളെ ശാസിക്കാനും കുറ്റപ്പെടുത്താനും ഞങ്ങളെ വിമർശിക്കാനും അർഹതയുണ്ട്. അതിന് ഞങ്ങൾ സ്വയം വിമർശനപരമായി എടുക്കുന്നു. ഇതിൻ്റെ പേരിൽ ആരും ഇനി വിവാദം ഉണ്ടാക്കരുതെന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ പറയുമ്പോഴാണ് താങ്കളും ഒരു പക്വതയുള്ള സീനിയർ നേതാവാകുന്നത്. അതിന് പകരം താങ്കൾ ഇതിന് വളമിട്ട് കൊടുത്തു. താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. പിന്നെ എതിരാളികളുടെ ഒരു പൊങ്കാല തന്നെ വന്നു. PJ കുര്യൻ്റെ ഒരുപാട് വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ, അദ്ദേഹത്തെ കുടുംബ ജീവിതത്തെ, സകലതിനെയും തലമുടി നാലിഴ കീറും പോലെ വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കാണുന്നത് എന്തൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഹുൽ മാങ്കുട്ടത്തിലെ. നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് സഹതാപമുണ്ട്. എന്താണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? വേറൊരാൾ അജയ് തറയിൽ ഒരു ഖദറിനെ കുറിച്ച് പറഞ്ഞു. ഖാദി ഇപ്പോൾ ഉപേക്ഷിച്ച് വരുന്നു യുവാക്കൾ. ഉടൻ തന്നെ ശബരിനാഥ് യാതൊരു പക്വതയുമില്ലാതെ ഉടനെ മറുപടി പറയുകയാണ് ഫേസ്ബുക്കിൽ. ഖാദിയല്ല പ്രധാനം, മനസ്സാണ് പ്രധാനം. മനസ്സ് തന്നെയാണ് പ്രധാനം. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ, മനസ്സിൽ ലാളിത്യമുണ്ടെങ്കിൽ, മനസ്സിൽ ദേശീയതയുണ്ടെങ്കിൽ, മനസ്സിൽ അപരനോട് സന്തോഷം കരുണയുണ്ടെങ്കിൽ, ഒരു പാവപ്പെട്ട ജനങ്ങൾ ഉണ്ടാക്കുന്ന ഖാദിയോട് കൈത്തറിയോട് കരുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് നന്നായാൽ തന്നെ ഖാദി ഇടയ്ക്കെങ്കിലും ഉപയോഗിക്കും. എപ്പോഴും ഉപയോഗിച്ചില്ല, ഫുൾ ടൈം ഉപയോഗിച്ചില്ലെങ്കിലും ഖാദി ഉപയോഗിക്കും. സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങും. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങിയില്ലെങ്കിൽ, കോൺഗ്രസ്സുകാർ ഖാദി വാങ്ങിയില്ലെങ്കിൽ, കോൺഗ്രസ്സുകാർ കൈത്തറി വാങ്ങിയില്ലെങ്കിൽ ആരാണ് ഈ രാജ്യത്ത് വാങ്ങാൻ കഴിയുക? അത് ശബരിനാഥിനും തെറ്റുന്നു. എന്താണ് യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത്? ഇവിടുത്തെ യുവതലമുറ കോൺഗ്രസ് സീനിയർ നേതാക്കളെ കണ്ടു പഠിക്കണം. നിങ്ങൾക്കിപ്പോൾ ആന്റണി ഔട്ട്ഡേറ്റഡ് ആണ്, PJ കുര്യൻ ഔട്ട്ഡേറ്റഡ് ആണ്, അജയ് തറയിൽ ഔട്ട്ഡേറ്റഡ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഇവരെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വളരെ സജീവമായി നിൽക്കുന്ന സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ സണ്ണി ജോസഫോ K സുധാകരനോ മാത്രമല്ല. ഈ പ്രസ്ഥാനത്തിൽ പല രൂപത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, അത് ചിലപ്പോൾ പ്രൊഫസർമാരായിരിക്കും, അധ്യാപകരായിരിക്കും, ചിലപ്പോൾ അവരെ പിക്കപ്പ് ചെയ്തായിരിക്കും, പിക്ക് ആൻഡ് ചൂസ് ആയിരിക്കും. അവരെ ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നവരായിരിക്കും, ചിലപ്പോൾ നൂലിൽ കെട്ടി ഇറങ്ങിയെങ്കിലുമായിരിക്കും. ശശി തരൂരിനെ പോലുള്ള ആളുകളായിരിക്കും. ശശി തരൂരിനെ ഇങ്ങനെ വല്ലാതെ വർത്തമാനം ശശി തരൂരിനെതിരെ പറയുമ്പോഴും ഒരു വിശ്വപൗരൻ എന്നുള്ള ലേബലുണ്ടാക്കി തിരുവനന്തപുരത്ത് കൊണ്ടു നിർത്തി 4 പ്രാവശ്യവും കോൺഗ്രസ് ജയിച്ച് MP ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയിട്ടില്ലേ? മറ്റൊരാളിനെ ആയിരുന്നാൽ തിരുവനന്തപുരത്ത് ചിലപ്പോൾ ജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ? ഇതൊക്കെ വളരെ വിഷയമാണ്. അതുകൊണ്ട് നേതാക്കളെ, കുട്ടി നേതാക്കൾ വലിയ നേതാക്കളോടെ തെറി പറയുമ്പോൾ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. ഒന്നും പറയാൻ കഴിയില്ലേ? കോൺഗ്രസിൻ്റെ യുവ നേതൃത്വത്തെയും അല്ലെങ്കിൽ KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ഒന്നും പറയാൻ കഴിയില്ല. അടച്ചിട്ട മുറിയിലെ മീറ്റിങ്ങിൽ പോലും, കോൺഗ്രസ് യോഗങ്ങളിൽ പോലും ഒന്നും പറയാൻ കഴിയില്ലേ? ഇതിനുത്തരം പറയേണ്ടത് രാഹുൽ മാങ്കുട്ടത്തിൽമാരാണ്. നിങ്ങൾ ഇങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. നിങ്ങൾ കുറച്ചുകൂടി പക്വതയുള്ളവരാകണം. ആ രാഷ്ട്രീയ പക്വത, പ്രതിപക്ഷ ബഹുമാനം പോലും ആവശ്യമുണ്ട്. പ്രതിപക്ഷത്തെക്കുറിച്ച് വിമർശിക്കപ്പോകുമ്പോഴും ഒരു ബഹുമാനം ആവശ്യമുണ്ട്. അതാണ് രാജ്യം. അത് നമ്മുടെ നെഹ്റുവൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നെഹ്റു AKGക്ക് ഏറ്റവും കൂടുതൽ സമയം കൊടുക്കണം. കാര്യം അദ്ദേഹം സംസാരിക്കട്ടെ പാർലമെൻറ്റിൽ. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ജനകോടികളുടെ നേതാവാണ് അദ്ദേഹം പറയട്ടെ എന്ന് പറഞ്ഞ് AKGക്ക് ഒരുപാട് സമയം കൊടുത്തുള്ള നെഹ്റുവിൻ്റെ പാർട്ടിയാണ് രാഹുൽ മാങ്കുട്ടത്തിലെ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന് നിങ്ങളുടെ 30 സെൻറ്റിമീറ്റർ സ്കെയിൽ കൊണ്ട് പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായി അല്ലെങ്കിൽ ചാനലിൽ വരുന്നു,
അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് MLA ആവാൻ പറ്റി എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് 30 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് ഈ മഹാപ്രസ്ഥാനത്തിലെ വലിയ നേതാക്കളെ അളക്കരുത്.